ورتل القرآن ترتيلا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, മനുഷ്യ സമൂഹത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ച ഓരോ ഹർഫിനും 10 ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനുമായി നല്ല ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുക എന്നത് വല്ലാത്തൊരു സൗഭാഗ്യമാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തൗഫീഖ് ലഭിക്കുന്ന ആളുകൾക്ക് മാത്രം സാധിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. തീർച്ചയായും ജനങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ സ്വന്തക്കാരായ ചില ആളുകളുണ്ട് എന്നാണ്. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ, മൻഹും, ആരാണവർ? അള്ളാഹുവിൻ്റെ സ്വന്തം ആളുകൾ എന്ന് പറയുന്ന ഈ വിഭാഗം ആരാണ്? അവരുടെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഹും അഹ്ലുൽ ഖുർആൻ. അവർ ഖുർആനിൻ്റെ ആളുകളാണ്. ഖുർആനിനെ സ്നേഹിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന, ഖുർആനിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ആളുകളാണ് അവർ. അതിനാൽ തന്നെ അഹ്ലുല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ സ്വന്തം ആളുകളാണ്. വഖാസത്തുഹു, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അടിമകളാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വിശുദ്ധ ഖുർആനുമായി ബന്ധം പുലർത്തുക എന്ന് പറയുമ്പോൾ 3 രീതിയിലാണ് ഒരു വിശ്വാസിക്ക് ഖുർആനുമായി ബന്ധമുണ്ടാവേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. 1, അത്തിലാവ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ്. 2, അൽ ഹിഫുൽ, വിശുദ്ധ ഖുർആനിനെ പരമാവധി മനഃപ്പാഠമാക്കുക എന്നതാണ്. 3, അത്തദബ്ബുർ, ഖുർആനിൻ്റെ ആശയങ്ങളെ ഉറ്റാലോചിക്കുക എന്നതാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് ഇത് 3ഉം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഇതിൽ ആദ്യം പറഞ്ഞ അത്തിലാവ, ഖുർആനിൻ്റെ പാരായണമാണ് ആദ്യം നമ്മൾ നന്നാക്കിയെടുക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ശരിയായ പാരായണ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അക്ഷരസ്ഫുടതയോടുകൂടി പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ വലിയ ആശയക്കുഴപ്പങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ ഉണ്ടാവുക. നമ്മുടെ തെറ്റായ പാരായണം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങളടക്കം ഖുർആനിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ശരിയായ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തജ്വീദോടുകൂടി ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് വരും ക്ലാസ്സുകളിൽ ഖുർആൻ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങൾ വളരെ സമയദൈർഘ്യം കുറഞ്ഞ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകളായി നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഖുർആനിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.